കാമന ഭാഗം 10 എഴുതിയത് സൂര്യകാന്തി. വണ്ടിയിൽ നിന്ന് ഇറങ്ങി വന്ന നരേൻ ആരെയും ശ്രദ്ധിക്കാതെ നല്ല ഗൗരവത്തിലാണ് ഉള്ളിലേക്ക് കയറിപ്പോയത്. ജാനകി കയ്യും കാലും വിറയ്ക്കാൻ തുടങ്ങിയിരുന്നു. പിന്നെയും അവൾ തന്നെ വിളിക്കുന്നതും കാത്ത് അവിടെ ഇരുന്നുവെങ്കിലും ജാനിക്ക് ശേഷം വന്നവരെയൊക്കെ വിളിപ്പിച്ചിട്ടും അവളെ അകത്തേക്ക് വിളിച്ചില്ല. സമയം 11 മണിയാകാറായിരുന്നു. ഫ്രണ്ട് ഡെസ്കിലിരിക്കുന്ന യുവതി തെല്ലൊരു സഹതാപത്തോടെ നോക്കുന്നുണ്ട്. 9 മണിക്ക് വന്ന് ഈ ഇരിപ്പിരിക്കുന്നുണ്ട്. ആ സമയത്ത് വരാൻ പറഞ്ഞാൽ വന്നത് 9:45. സ്കൂളിൽ 11 മണിയാവുമ്പോഴേക്കും എത്തുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ടെൻഷൻ കൂടി തല കറങ്ങുന്നത് പോലെയൊക്കെ തോന്നുന്നുണ്ട്. ആ നിമിഷമാണ് ഒരു കോൺസ്റ്റബിൾ വന്ന് അകത്തേക്ക് ചെല്ലാൻ പറയുന്നത്. അയാൾക്ക് പിറകെ ഉള്ളിലേക്ക് കയറുമ്പോൾ അവിടെ ഉണ്ടായിരുന്നവരിൽ പലരും ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. ഇത്രയും സമയം തന്നെ കാത്തിരുത്തിയത് അവരും ശ്രദ്ധിച്ചു കാണുമല്ലോ. വാതിൽക്കലെത്തിയതും അകത്തേക്ക് ചെന്നോളുമെന്ന് പറഞ്ഞ് അയാൾ തിരിഞ്ഞു നടന്നിരുന്നു. കാലുകൾക്ക് ബലക്ഷയം പോലെ തോന്നുന്നുണ്ടെങ്കിലും ജാനി മുൻപോട്ട് തന്നെ നടന്നു. മേശയ്ക്ക് മുൻപിലെ കസേരയിൽ മൊബൈലിൽ എന്തോ നോക്കിക്കൊണ്ടിരുന്ന നരേൻ ജാനി അടുത്തേക്ക് വന്നിട്ടും മുഖമുയർത്തി നോക്കിയിരുന്നില്ല. സാർ, നേർത്ത ശബ്ദത്തിലുള്ള ആ വിളി നരേൻ കേട്ടിട്ടില്ലാത്തതുപോലെ. രണ്ടാമതൊരിക്കൽ കൂടെ വിളിച്ചപ്പോഴാണ് അയാൾ മൊബൈലിൽ നിന്നും മുഖമുയർത്തിയത്. ഓ യെസ് പ്ലീസ്. മുഖം കൊണ്ടും കൈകൊണ്ടും ഒരുപോലെ അയാൾക്ക് മുൻപിലുള്ള കസേരയിലേക്ക് ഇരിക്കാൻ ആംഗ്യം കാണിച്ചിരുന്നു നരേൻ. ഇരിക്കാനല്ല, ഇവിടെ നിന്നും എത്രത്തോളം ദൂരേക്ക് ഓടിയൊളിക്കാൻ പറ്റുമോ അത്രത്തോളം ദൂരേക്ക് പോകാനാണ് മനസ്സ് പറയുന്നത്. സാരി ഒതുക്കി പിടിച്ച് നരേൻ കാണിച്ച കസേരയിലേക്കിരുന്ന് ബാഗ് മടിയിലേക്ക് വെച്ചിട്ടാണ് ജാനി മുഖമുയർത്തി നോക്കിയത്. മുൻപിലിരിക്കുന്നവന്റെ ഗൗരവം നിറഞ്ഞ ഭാവം കണ്ടതും അവളൊന്ന് പതറി. സംസാരിക്കാൻ ശബ്ദം കിട്ടാത്തതുപോലെ. യെസ് മിസ്, കാര്യം പറയൂ. അക്ഷമ പ്രകടിപ്പിച്ച് തന്നെയാണ് നരേൻ അത് പറഞ്ഞത്. ഞാൻ സ്റ്റേഷനിലേക്ക് വരാൻ പറഞ്ഞിരുന്നു. ഞാനോ? ഇയാളോടോ? ആ ഭാവം നിഷ്കളങ്കമാണെങ്കിലും തിളങ്ങുന്ന കണ്ണുകളിലെ കൗശലം ജാനി കണ്ടിരുന്നു. അത് എന്നോടല്ല. പിന്നെ? മനഃപൂർവമാണ്. ജാനി കണ്ണുകളൊന്ന് ഇറുക്കെ ചിമ്മി തുറന്നു. സർ, എൻ്റെ പേര് ജാനകി ഭദ്ര. എൻ്റെ അച്ഛനാണ് വെൺമാടത്തിൽ ശ്രീധരൻ തമ്പി. സാർ ഇന്നലെ വീട്ടിൽ വന്നിരുന്നല്ലോ. പതറാതെ ഇടറാതെ അത്രയും പറഞ്ഞൊപ്പിച്ചവൾ. ഓ യെസ് യെസ്, പക്ഷെ ജാനകി ഭദ്രയെ ഞാൻ എവിടെയോ കണ്ടതുപോലെ. ഒരു മാത്ര ആലോചിക്കുന്നതായി ഭാവിച്ചിരുന്നു നരേൻ. ഓ, ഇയാളല്ലേ കുറച്ചു ദിവസം മുൻപൊരു മോഷണ കേസുമായി ബന്ധപ്പെട്ട് ഇവിടെ വന്നത്? ജാനകി അതിന് മറുപടി പറഞ്ഞില്ല. നരേൻ വെറുതെ വിളിപ്പിച്ചതല്ല. ജാനിക്ക് അത് മനസ്സിലാവുന്നുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം. നരേൻ അവളിൽ നിന്നും നോട്ടം മാറ്റാതെ മേശപ്പുറത്തെ പേപ്പർ വെയിറ്റ് ഇടതു കൈവിരലുകൾ കൊണ്ടൊന്ന് കറക്കി. ശ്രീധരൻ തമ്പിയുടെ പേരിലുള്ള ചീറ്റിംഗ് കേസ്? എൻ്റെ അച്ഛൻ ആരെയും ചതിച്ചിട്ടൊന്നുമില്ല. പെട്ടെന്ന് അറിയാതെ പറഞ്ഞു പോയതാണ്. നരേൻ തറപ്പിച്ചൊന്ന് നോക്കിയതും അവൾ മിഴികൾ താഴ്ത്തിക്കളഞ്ഞിരുന്നു. ചതിച്ചോ ഇല്ലയോ എന്നൊക്കെ നമുക്ക് വഴിയെ തീരുമാനിക്കാം മാഡം. ആദ്യം ഈ കേസിനെ പറ്റി ഞാനൊന്ന് പറഞ്ഞോട്ടെ. സോറി സാർ. നരേൻ ഒന്ന് ഇരുത്തി മൂളി. കൃഷ്ണപ്പണിക്കർ എന്നയാളുടെ കയ്യിൽ നിന്നും ബാങ്കിലെ ജപ്തി നടപടികൾ ഒഴിവാക്കാനും ശ്രീധരൻ തമ്പിയുടെ ചികിത്സയ്ക്കും മറ്റും ഉൾപ്പെടെ 5.5 കോടി രൂപ കടം വാങ്ങിയെന്നും പറഞ്ഞ അവധി കഴിഞ്ഞിട്ടും അത് തിരികെ കൊടുത്തില്ലെന്നും പണം തിരികെ ചോദിച്ചപ്പോൾ അയാളെ ഭീഷണിപ്പെടുത്തിയെന്നുമാണ് കേസ്. തലയിൽ ആരോ കൂടം കൊണ്ടടിച്ചതുപോലെ തോന്നി ജാനകിക്ക്.
ഒന്നു രണ്ട് നിമിഷങ്ങൾ മിണ്ടാനോ ഒന്ന് അനങ്ങാനോ വയ്യാതെ അങ്ങനെ ഇരുന്നു പോയിരുന്നവൾ. 5,00,00,000 രൂപയോ? ഭീഷണിപ്പെടുത്തിയെന്നോ? കസേരയുടെ കയ്യിൽ അവളുടെ പിടുത്തം മുറുകി. ശരിക്കും തല കറങ്ങുന്നത് പോലെ തോന്നുന്നുണ്ട്. ആരെയെങ്കിലും കൂട്ടി വന്നാൽ മതിയായിരുന്നു. പക്ഷെ ആരെ? വിഷ്ണുവേട്ടൻ തന്നോടൊപ്പം ഇയാൾക്ക് മുൻപിൽ ഇരിക്കുന്നത് സങ്കല്പിക്കാൻ പോലും വയ്യ. പക പോക്കുകയാണെന്ന് വ്യക്തമാണ്. പക്ഷേ പണിക്കരമ്മാവൻ ഇയാളോടൊപ്പം. എന്തുപറ്റി മാഡം? ചാർജ് ഷീറ്റിലുള്ള കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. നിങ്ങൾക്ക് വിശ്വാസം വരുന്നില്ലെങ്കിൽ കേസ് തന്നയാളെ കൂടെ വിളിപ്പിക്കാം. തികച്ചും സ്വാഭാവികമായ സംസാരം. നരേൻ ചന്ദ്രശേഖർ നല്ലൊരു നടനാണെന്ന് അവൾക്കപ്പോൾ തോന്നി. ഇത്രയും കാശൊന്നും ഞങ്ങൾ വാങ്ങിച്ചിട്ടില്ല. കണക്ക് പ്രകാരം 3.5 കോടിയാണ് അയാൾക്ക് തിരികെ കൊടുക്കാനുള്ളത്. ഓ, അപ്പോൾ കാശ് വാങ്ങിയെന്നത് മാഡം സമ്മതിക്കുന്നു. എമൗണ്ടിന്റെ കാര്യത്തിലാണ് തർക്കം. അതിനവൾ തലയാട്ടി. പിന്നെ പെട്ടെന്ന് ഓർത്തതുപോലെ കൂട്ടിച്ചേർത്തു. കൃഷ്ണപ്പണിക്കർ ഇതുവരെ ഞങ്ങളോട് ആ കാശ് തിരികെ ചോദിച്ചിട്ടില്ല. ഞങ്ങൾ ആരെയും ഭീഷണിപ്പെടുത്തിയിട്ടുമില്ല. ഈ ഹ്യൂജ് എമൗണ്ട് കടമായി തന്നിട്ട് ഇത്രയും വർഷങ്ങളായിട്ടും അയാൾ അത് തിരികെ ചോദിച്ചില്ലെന്നോ? അൺബിലീവബിൾ. ആ ശബ്ദത്തിലെ പരിഹാസം ജാനിക്കിപ്പോൾ മനസ്സിലാവുന്നുണ്ട്. ഈ കൃഷ്ണപ്പണിക്കർ നിങ്ങളുടെ ബന്ധു വല്ലതുമാണോ? ഒന്നും അറിയാത്ത മട്ടിലുള്ള ചോദ്യം. അല്ല. പിന്നെ? അച്ഛൻ്റെ സുഹൃത്തായിരുന്നു. ഓ, ഗ്രേറ്റ് ഫ്രണ്ട്ഷിപ്പ്. കളിയാക്കിയതാണെന്ന് വ്യക്തമാണ്. ഒരു മാത്ര ഇങ്ങനെ ഇരിക്കേണ്ടി വന്നതിൽ സ്വയം ശപിച്ചു പോയവൾ. വെയിറ്റ്, നമ്മൾക്ക് വാദിയോട് തന്നെ കാര്യങ്ങൾ ചോദിച്ചു മനസ്സിലാക്കാം. അതും പറഞ്ഞ് നരേൻ മേശപ്പുറത്തെ ലാൻഡ് ഫോൺ കയ്യിലെടുത്തതും ജാനി അയാളെ നോക്കി. മീശ തടവിക്കൊണ്ടുള്ള നരേന്റെ നോട്ടം കണ്ടതും ജാനി മുഖം താഴ്ത്തി കളഞ്ഞിരുന്നു. മിഴികൾ ഉയർത്തിയില്ലെങ്കിലും തന്നിൽ നിന്നും മാറാത്ത അയാളുടെ നോട്ടം അവൾ തിരിച്ചറിയുന്നുണ്ടായിരുന്നു. വല്ലാത്തൊരു നോട്ടമാണ്. മുൻപിൽ നിന്ന് എഴുന്നേറ്റ് ഓടിപ്പോകാൻ തോന്നുന്ന നോട്ടം. വൃത്തികെട്ടവൻ. നരി. ആ കണ്ണുകളിലെ ക്രൗര്യവും കൗശലവുമൊക്കെ ഉള്ളിൽ തെളിഞ്ഞപ്പോൾ അറിയാതെ മനസ്സിൽ വന്ന പേരതാണ്. ആ കൃഷ്ണപ്പണിക്കരോട് വരാൻ പറയൂ. നരേൻ ഫോണിൽ പറയുന്നത് കേട്ട് ജാനി ഒന്ന് ഞെട്ടി. അയാളും വന്നിട്ടുണ്ടോ? നരേൻ ഫോൺ വെച്ചതും ജാനി ഒന്ന് മുഖമുയർത്തി നോക്കുമ്പോൾ വലത് കൈവിരലുകൾ കൊണ്ട് മേശമേൽ താളം പിടിച്ചിരിക്കുന്നവന്റെ നോട്ടം ഇമ ചിമ്മാതെ തന്നിൽ തന്നെയാണ്. കൃഷ്ണപ്പണിക്കർ മുറിയിലേക്ക് കയറിയതും ജാനി തിരിഞ്ഞു നോക്കി. നേരിൽ കണ്ടിട്ടും വിശ്വസിക്കാൻ കഴിയാത്തതുപോലെ. ഓർമ്മ വെച്ച നാൾ മുതൽ കാണുന്നയാളാണ്. അമിതമായ സ്നേഹവും അടുപ്പവും ഒന്നും കാണിക്കാറില്ലെങ്കിലും മോളെ എന്നല്ലാതെ വിളിച്ചിട്ടില്ല. അച്ഛനോടുള്ള സ്നേഹവും ബഹുമാനവുമൊക്കെ തന്നോടുള്ള പെരുമാറ്റത്തിലും കാണാറുണ്ടായിരുന്നു. എന്നിട്ടിപ്പോൾ ജാനകിയെ ഒന്ന് നോക്കുക പോലും ചെയ്യാതെയാണ് പണിക്കർ നേരെ വന്ന് നരേൻ കൈകൊണ്ട് ആംഗ്യം കാണിച്ചതനുസരിച്ച് അവൾക്കപ്പുറത്തെ കസേരയിൽ ഇരുന്നത്. മിസ്റ്റർ കൃഷ്ണപ്പണിക്കർ തന്നിട്ടുള്ള പരാതിയിൽ പറഞ്ഞ വെൺമാടത്തിൽ ശ്രീധരൻ തമ്പിയുടെ മകൾ ജാനകി ഭദ്ര. പണിക്കർക്ക് അറിയാമല്ലോ അല്ലേ? അറിയാം. തണുത്ത ശബ്ദം. അപ്പോഴും തന്നെ അമ്പരപ്പോടെ നോക്കുന്ന ജാനകിയെ ശ്രദ്ധിച്ചില്ല അയാൾ. നിങ്ങളുടെ പരാതിയെപ്പറ്റി ജാനകി 2 കാര്യങ്ങൾ പറയുന്നുണ്ട്. ഒന്നാമത്തേത്, അവർ നിങ്ങളിൽ നിന്ന് വാങ്ങിയത് നിങ്ങൾ ഈ പരാതിയിൽ പറഞ്ഞതുപോലെ 5.5 കോടിയല്ല, മറിച്ച് 3.5 കോടി മാത്രമാണെന്നാണ്. നരേൻ അത് പറയുമ്പോൾ ജാനിയുടെ നോട്ടം പണിക്കരിലായിരുന്നു. അയാൾ താനെന്നൊരാൾ അവിടെ ഉള്ളതായി ഭാവിക്കുന്നേയില്ല. ഒന്ന് നിർത്തിയിട്ട് ജാനകിയെ നോക്കിയാണ് നരേൻ ബാക്കി പറഞ്ഞത്. രണ്ടാമത്തേത്, കാശ് തിരികെ ചോദിച്ചപ്പോൾ അവർ നിങ്ങളെ ഭീഷണിപ്പെടുത്തിയെന്ന പരാതി. അത് വ്യാജമാണെന്നാണ് ജാനകി പറയുന്നത്. പണിക്കരെ ഉറ്റുനോക്കിയിരുന്ന ജാനകി തൻ്റെ നേരെയെത്തുന്ന നരേന്റെ നോട്ടം കാണുന്നുണ്ടായിരുന്നില്ല. ഹൃദയം ഇപ്പോൾ അത്രമേൽ വേഗതയിൽ മിടിക്കുന്നുണ്ട്. ജാനി അയാളെ തുറച്ചു നോക്കി. വയ്യാതിരിക്കുന്ന എൻ്റെ അച്ഛൻ നിങ്ങളെ ഭീഷണിപ്പെടുത്തിയെന്നോ?
ശ്രീധരൻ തമ്പി മാത്രമായിരുന്നില്ല, അയാളുടെ അനന്തരവൻ വിഷ്ണുവർദ്ധനനും അവന്റെ കൂട്ടുകാരൻ നന്ദഗോപനും ഉണ്ടായിരുന്നു തമ്പിയോടൊപ്പം. ജാനകിക്ക് ലോകം കീഴ്മേൽ മറയുന്നത് പോലെ തോന്നി. കേസ് ചാർജ് ചെയ്യുകയാണെങ്കിൽ അവരെ കൂടെ അറസ്റ്റ് ചെയ്യാനുള്ള വകുപ്പുണ്ടല്ലോ അപ്പോൾ. ആലോചനയോടെ നരേൻ പറയുന്നത് അവൾ കേട്ടു. ഇതാ സാർ, ഞാൻ പണം കൊടുത്തതിനുള്ള രേഖകൾ. ഒരു ഫയലിൽ നിന്നും എന്തൊക്കെയോ പേപ്പറുകൾ എടുത്ത് പണിക്കർ നരേന്റെ നേരെ നീട്ടി. കാര്യമായി പരിശോധിക്കുന്ന മട്ടിൽ നോക്കുന്നുണ്ടെങ്കിലും അത് വെറും പ്രഹസനമാണെന്ന് ജാനിക്ക് മനസ്സിലായി. മിസ് ജാനകി, ഇതൊക്കെ ഒന്ന് നോക്കൂ നിങ്ങൾ. ആ പേപ്പറുകൾ ജാനിക്ക് നേരെ നീക്കി വെച്ചു നരേൻ. വിറയ്ക്കുന്ന വിരലുകളോടെയാണ് അവൾ അതിൽ തൊട്ടത്. ബാങ്ക് സ്റ്റേറ്റ്മെന്റ്സ് ആണ്. പണിക്കരുടെ സ്ഥാപനങ്ങളിൽ നിന്നും മക്കളുടെയും അയാളുടെയും പേഴ്സണൽ അക്കൗണ്ടുകളിൽ നിന്നുമുള്ള കോടിക്കണക്കിനുള്ള രൂപയുടെ ട്രാൻസാക്ഷൻസ്. അതൊക്കെ വന്നിട്ടുള്ളത് തൻ്റെ അച്ഛൻ്റെ പേരിലുള്ള ഒരു അക്കൗണ്ടിലേക്ക്. ഇതെങ്ങനെ? ബിസിനസ്സുകൾ തകർന്നതോടെ അച്ഛൻ്റെ പേരിൽ ബാങ്കിൽ കടമല്ലാതെ ഒരു രൂപ പോലും സമ്പാദ്യമായി ഉണ്ടായിരുന്നില്ല. ഈ അക്കൗണ്ട് ഇതൊരു 4-5 വർഷം മുൻപേ എടുത്തതായിട്ടാണ് കാണുന്നത്. എന്തെങ്കിലും സംശയമുണ്ടോ മിസ് ജാനകി? നരേന്റെ ചോദ്യം കേട്ട് ജാനി മുഖമുയർത്തി നോക്കി. പക്ഷെ ഈ അക്കൗണ്ട് ശ്രീധരൻ തമ്പി ഒപ്പിട്ട് തന്ന ആ അക്കൗണ്ട് നമ്പർ ഉള്ള ചെക്കാണിത്. ഒന്നല്ല, 2 എണ്ണമുണ്ട്. തൻ്റെ മുൻപിലേക്ക് നീക്കിവെച്ച ബ്ലാങ്ക് ചെക്കുകളിലെ അച്ഛൻ്റെ ഒപ്പിലേക്ക് തുറിച്ചു നോക്കിയിരുന്നു ജാനകി.